തുടരെ മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ച നടിയാണ് പത്മപ്രിയ. നായികാ പ്രാധാന്യമുള്ള സിനിമകളിൽ പത്മപ്രിയയ്ക്ക് അഭിനയിക്കാനായി ഒരു ഘട്ടത്തിൽ കരിയറിൽ നിന്ന് ഇടവേളയെടുത്ത് പത്മപ്രിയ വിദേശത്തേക്ക് പഠിക്കാൻ പോയി. ഇവിടെ വെച്ചാണ് ജാസ്മിൻ ഷായെ പത്മപ്രിയ പരിചയപ്പെടുന്നത്. ഇരുവരും പ്രണയത്തിലായി. 2014 വിവാഹം. ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ് ജാസ്മിൻ ഷാ. സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന നടിയാണ് പത്മപ്രിയ. അപൂർവമായി ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ പത്മപ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളൂ. പുതിയ അഭിമുഖത്തിൽ തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് പത്മപ്രിയ. താൻ ജീവിതത്തിലും കരിയറിലും വ്യക്തതയുള്ള ആളാണെന്നാണ് പത്മപ്രിയ പറയുന്നത്. തനിക്ക് ക്ലാരിറ്റി ഉണ്ട്, ലക്ഷ്യം നേടിയെടുക്കുന്ന ആളാണ് താൻ. തൻ്റെ പാർട്ട്ണറെ കണ്ട സമയത്ത് തന്നെ തേടിയ ആളെ കിട്ടിയെന്ന് തോന്നി. 24 മണിക്കൂറിനുള്ളിൽ ഡേറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. 48 മണിക്കൂറിനുള്ളിൽ വിവാഹത്തിനും തീരുമാനിച്ചു. എന്നാൽ അതിനുശേഷം 1 വർഷം കഴിഞ്ഞാണ് വിവാഹം നടന്നത്. കരിയറിലെ മികച്ച സമയത്ത് ഇടവേളയെടുത്തത് ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയായിരുന്നെന്ന് പത്മപ്രിയ പറഞ്ഞു. നിലപാടുകൾ കാരണം അവസരം നഷ്ടപ്പെട്ടത് കാര്യമാക്കുന്നില്ലെന്ന് പത്മപ്രിയ പറയുന്നു. എപ്പോഴും ശരിക്കു വേണ്ടിയാണ് ഞാൻ നിന്നിട്ടുള്ളത്. സ്ത്രീയല്ല പുരുഷനായാലും ഞാൻ അവർക്കൊപ്പം വരും. അവസരങ്ങൾ വരും പോകും. ജീവിതാവസാനം വരെ ഞാൻ അഭിനയിക്കും. എനിക്ക് വിശ്വാസമുണ്ട്. നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. നമുക്ക് വരേണ്ട അവസരങ്ങൾ നമുക്ക് തന്നെ വരുമെന്നും പത്മപ്രിയ പറയുന്നു. ഭർത്താവ് വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളാണെന്നും പത്മപ്രിയ പറഞ്ഞു. പരസ്യമായി സ്നേഹപ്രകടനം കാണിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ലെന്ന് ഒരു കാലത്ത് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം പറഞ്ഞു തന്നത് അദ്ദേഹമാണ്. വളരെ റൊമാൻറ്റിക് ആണ്. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. എന്തെങ്കിലും ഖേദമുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് അദ്ദേഹം വൈകി വന്നതാണ്. ടീനേജിലൊക്കെ വന്നിരുന്നെങ്കിൽ കുറെ കൂടി ഫണ്ണായേനെ. വളരെ നല്ല റിലേഷൻഷിപ്പാണ് ഞങ്ങളുടേത്. ഞങ്ങൾ ഒരുപോലെയാണെന്ന് ഞാൻ പറയില്ല. ഒരുപാട് വ്യത്യാസമുണ്ട്. അദ്ദേഹം ഗുജറാത്തിയാണ്, ഞാൻ തമിഴും. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ ആ വൈവിധ്യത്തിൽ സന്തോഷമുണ്ടെന്നും പത്മപ്രിയ വ്യക്തമാക്കി. ഗലാട്ട തമിഴിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. നേരത്തെയും ഭർത്താവിനെക്കുറിച്ച് പത്മപ്രിയ സംസാരിച്ചിട്ടുണ്ട്. ജാസ്മിന് തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് കോർപ്പറേറ്റ് ലോകത്ത് വലിയ ശമ്പളം ലഭിക്കും, ആഡംബര ജീവിതം നയിക്കാം. എന്നാൽ രാഷ്ട്രീയമായിരുന്നു ജാസ്മിൻ്റെ ചോയ്സ്. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് കരുതിയില്ല. അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു. എന്നാൽ മറ്റൊരാളെ ദ്രോഹിക്കുന്ന ഒന്നും ഭർത്താവ് ചെയ്യില്ലെന്ന ഉറപ്പ് തനിക്ക് ഉണ്ടായിരുന്നെന്നും പത്മപ്രിയ വ്യക്തമാക്കി. ഭർത്താവിൻ്റെയും തൻ്റെയും കുടുംബം മിഡിൽ ക്ലാസ് ആയിരുന്നെന്നും ഒരേ മൂല്യങ്ങളാണ് തങ്ങളെ ചേർത്ത് നിർത്തിയതെന്നും പത്മപ്രിയ പറഞ്ഞു. ജാസ്മിൻ ഷായുടെ ആശയങ്ങളെ പത്മപ്രിയ പ്രശംസിക്കുകയുമുണ്ടായി. വണ്ടർ വുമൺ എന്ന സിനിമയിലാണ് പത്മപ്രിയയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത്.